നോക്കാം നമുക്ക്. എൻ്റെ പോയിന്റിൻ്റെ നിന്റെ ടൈം പിടിക്കണ്ട കേട്ടോ. സ്മോളില്ലേ ഇതൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാട്ടോ ചെയ്യാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈവനിങ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ 4 മാസത്തിന് ശേഷം ഇവിടെ ഒന്ന് പുറത്തിറങ്ങാണ്. ഓടുന്നൊന്ന് മാളിൽ പോവാണ്, കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ. മെയിനായിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കാനാണോ, പെരുന്നാക്കിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരക്കാവില്ല, കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഷോപ്പിലൊക്കെ തിരക്കാവും വിചാരിച്ചിട്ട് ഇപ്പം തന്നെ പോവാണ് ഷോപ്പിങ്ങിന്. അപ്പോൾ മാളിലൊക്കെ അവൾ പോയിട്ട് ഒരുപാടായി. അവളാണെന്ന് പോകുന്നത്, കാരണം കുട്ടിക്ക് എന്തായാലും മാളിൽ എൻട്രൻസ് ഇല്ല. അപ്പോൾ അവളാണ് സാധനം വാങ്ങിക്കാൻ പോകുന്നത്. അവൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അല്ല പപ്പ വണ്ടി സ്റ്റാർട്ട് എന്താ ഇന്നെന്താ വാങ്ങണ്ടേ? കാറോ? പിന്നെ അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് വേണ്ട പെരുന്നാക്ക്? ഡ്രസ്സ് വേണ്ടേ? കാറ് മതിയോ? ഏത് കാറാണ് വേണ്ടി? ലോറി കോൺക്രീറ്റ് മിക്സറോ? സ്മോൾ ആണോ വേണ്ടത്? ആണോ? നോക്കാം. നിന്റെ പാണ്ടിക്കുട്ടിയുടെ മാസ്ക് മറ്റേ നമുക്ക് പോവാം. നല്ല ചൂടുണ്ട് പുറത്തൊക്കെ. അതേപോലെ തന്നെ റോഡിലിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ട് തിരക്കില്ലാത്ത സമയം നോക്കി ഇറങ്ങിയതാണ്. കാരണം ആളുടെ ഉള്ളിലാണെങ്കിലൊക്കെ ഒരു തിരക്കൊഴിഞ്ഞ സമയം നോക്കിയിട്ടാണ് ഈ ഒരു സമയം. ഇപ്പം എത്ര ടൈം വെക്കുക? 4 മണിയോ? ഇപ്പോൾ ഏകദേശം വൈകിട്ട് ഒരു 4 മണിയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പ്രശ്നമായിട്ട് ഷോപ്പിംഗ് ഒക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ നമുക്ക് ഫ്ലയേഴ്സൊക്കെ നമ്മുടെ ഡോർ സ്റ്റെപ്പിലുണ്ടാവും. അല്ലെങ്കിൽ ഈ ഫ്രൈഡേ ഒക്കെ ഇക്കൊക്കെ ജുമക്ക് പോയി വരുമ്പോൾ നമ്മൾ അടുത്തുണ്ട് സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഫ്ലയേഴ്സൊക്കെ കൊണ്ടുപോയി വരിക. ഇപ്പോൾ അതൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു ആപ്പാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്ലെയർ ബിൻ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് UAE-ലുള്ളവർക്ക് മാത്രമാണ് കേട്ടോ യൂസ്ഫുൾ ആവുക. അപ്പോൾ UAE-ലുള്ളവർ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും അതേപോലെ തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത ശേഷം ഫോണിൽ നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏരിയയിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാം ഓഫേഴ്സ് എന്നൊക്കെ. ഇപ്പോൾ ഞാനൊരു കാരിഫോറിൻ്റെ ഓഫറിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാരിഫോറിൻ്റെ ഫ്ലെയറാണ് ഇവിടെ കാണുന്നത്. അവിടുത്തെ ഓഫേഴ്സൊക്കെ അറിയാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം െങ്കിൽ അതിന് ക്ലിക്ക് ചെയ്താൽ ഒന്നുകൂടെ വലുതായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ എന്തിനൊക്കെ എവിടെയൊക്കെ ഓഫർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു ഷോപ്പിംഗ് ഒരു ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഉദ്ദേശിച്ച എക്സ്പ്രസ് അല്ലേ? നമ്മൾ എക്സ്പ്രസ്ക്കല്ല കേട്ടോ പോകുന്നത്, നമ്മൾ ഈ മാളിക്കാണ്. എൻ്റെ പോയിന്റിൻ്റെ ഇനി സ്മോൾ ലോറി വാങ്ങണ്ടേ? ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാട്ടോ. എല്ലാവരും നമ്മളെപ്പോലെ ഈ സമയം ആരും ഉണ്ടാവില്ല വിചാരിച്ച് വന്നതായിരിക്കും. നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ കുട്ടികളെയും കൊണ്ട് പോവുന്നുണ്ട് ഉള്ളിലേക്ക്. കുട്ടികളൊക്കെ കയറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇക്കയും ഇനും വരുന്നുണ്ട്. എവിടെ ഇനാമി? ഇവിടെ കാണുന്ന ഒരു ക്യാമറ പോലുള്ള സാധനം തെർമൽ സ്കാനിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇനി അതിന്മേൽ പിടിക്കണ്ട കേട്ടോ. നമ്മളിവിടെ മാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതിനകത്ത് വലിയ തിരക്കൊന്നുമില്ല. ഇതിലുള്ള തിരക്ക് ഫുള്ള് ഇവിടെ എൻ്റെ കാരിഫോറിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒന്നും വലിയ ആൾക്കാരൊന്നും കാണാനില്ല. മാക്സിലാണ് നമ്മൾ പോകുന്നത്. മാക്സിലും വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും കാരിഫോറിൽ സാധനം വാങ്ങാനാണ് തോന്നുന്നത്.
പിന്നെ ഇവിടെ താഴെ ഇങ്ങനെ 2 meters എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡിസ്റ്റൻസിന്. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും അങ്ങനെ മാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനാമിനുണ്ട് ഡ്രസ്സിൻ്റെ ജസ്റ്റ് ഒന്ന് അളവ് നോക്കിയിട്ട് അവനും ഒക്കെ വണ്ടിക്ക് പോവാണ്. ബായ് ബായ്. ലോറി വാങ്ങാൻ പോവാ? ആയിക്കോട്ടെ, ലോറി വാങ്ങിയിട്ട് വണ്ടിയിൽ പോയിക്കോളീട്ടോ. അവർ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ഷോപ്പിംഗ് തുടങ്ങിയത്. അപ്പോൾ അവനുണ്ട് ഡ്രസ്സുകൾ തന്നെ ആദ്യം എടുക്കുന്നത്. അവനുണ്ട് തന്നെ എടുക്കാനുള്ളൂ കേട്ടോ, വേറെ ഞങ്ങൾക്കുണ്ടോ ഒന്നും വാങ്ങാനില്ല. അവൻ്റെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ പാകില്ലാണ്ടായിരുന്നു. അപ്പോൾ അവന് വീട്ടിൽ നിന്ന് 2 ഡ്രസ്സുകളും പിന്നെ അതേപോലെ പെരുന്നാൾക്ക് ഇടേണ്ടതും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതും. അപ്പോൾ ഇവിടുത്തെ ഈ മാക്സിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇതിൻ്റെ ഈ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ട് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. കാരണം ഇതിപ്പോൾ നമ്മളൊരു മെയിനായിട്ടൊരു കുക്കിംഗ് ചാനലാണ്, അതേപോലെ വ്ളോഗ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ ആൾക്കാർ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വെറുതെ സമയം ഒരുപാട് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇവിടുത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനും അതേപോലെ ഓർണമെൻറ്റ്സിൻ്റെയും എല്ലാം ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മാളിനകത്ത് ചെറിയ കുട്ടികളെയും കൊണ്ടുവരിക ആൾക്കാരുണ്ട് കേട്ടോ. സ്ട്രോളറിൽ എടുക്കുന്ന കുട്ടികളെയും കൊണ്ടുവരികയുണ്ട്. പക്ഷെ നമുക്കൊരു പേടിയായതുകൊണ്ടാണ് ഇനാമിനെ കൊണ്ട് അവൻ്റെ ഡ്രസ്സിൻ്റെ അളവൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കയറി. അതും കുട്ടികളെയും കൊണ്ട് വരാമെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ വേഗം വണ്ടിക്ക് തന്നെ പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. ഇത് 2 കവറ് ഞാൻ അവനുണ്ട് ഡ്രസ്സ് വാങ്ങിയതും മറ്റേത് ഓൺലൈനായിട്ടൊക്കെ കുറച്ച് ഷർട്ട് ഓർഡർ ചെയ്തിരുന്നു, അതുമാണ്. സ്മോളില്ലേ നോക്കട്ടെ, ഇതെന്താണ്? കോൺക്രീറ്റ് മിക്സറോ? എങ്ങനെ കോൺക്രീറ്റ് മിക്സ് ചെയ്യലേ? അത് തിരിഞ്ഞു കണ്ടോ? പിന്നെന്ത് വണ്ടിയുണ്ട്? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കോവിഡ് കേസുകളുടെ എണ്ണം നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് പേടിയാണ് പുറത്ത് പോകാനൊക്കെ. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഞാൻ പോയപ്പോൾ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അബായ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു തിരിച്ച് ഞാൻ വണ്ടിയിലെത്തിയ ഉടനെ ഞാൻ ആ ഇട്ടിരുന്ന അബായയും ആ ഷാളും ഞാൻ ഊരിയിട്ട് ഞാനൊരു കവറിലിട്ടിട്ട് മാറ്റി വെച്ചു. കാരണം മോൻ്റെ അടുത്തല്ലേ ഇരിക്കാനുള്ളത്. അപ്പോൾ ഇനി അതിട്ടിട്ട് ഇരുന്നിട്ട് അവനെ എന്നെ ടച്ച് ചെയ്തിട്ട് പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് ആ അബായയും ഷാളും ഞാൻ ഊരിയിട്ട് വേറെ കവറിലിടുക ചെയ്തത്. വേറെ എക്സ്ട്രാ ഷാൾ ഞാൻ കയ്യിൽ വെച്ചിരുന്നു അതിന് ശേഷം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പുറത്ത് പോകുമ്പോഴൊക്കെ മാക്സിമം കെയർ ചെയ്യുക. നമ്മുടെ കാര്യം നമ്മുടെ കുട്ടികളുടെ കാര്യമൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയൊക്കെ ചെയ്തിട്ടോ. പിന്നെ പൊതുവേ എവിടെയെങ്കിലും പുറത്ത് പോയി വന്നാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് മടിയല്ലായിരിക്കും. അപ്പോൾ ഞാനും ഡിന്നറിന് എളുപ്പമുള്ളൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്പെഗറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും പിന്നെ ആവശ്യത്തിനുണ്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. വേറെ കാര്യമായിട്ട് ഡിന്നറൊക്കെ ഉണ്ടാക്കാനൊരു മടി പുറത്ത് പോയി വന്നിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സ്പെഗറ്റി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സ്പെഗറ്റി. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാകും. ഇതിന് നമ്മൾ സ്പെഗറ്റി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ എമറാത്തി മക്രോണി എന്ന് എഴുതിയിട്ടില്ല. നമ്മുടെ പാസ്ത അതേപോലെ മക്രോണിയൊക്കെ ഇല്ലേ, അതിൻ്റെ തന്നെ വേറൊരു ഷേപ്പിലുണ്ട് സാധനമാണിത്, നൂഡിൽസിൻ്റെയൊക്കെ ഷേപ്പിലുള്ളത്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും കേട്ടോ അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ ഇതുപോലെ ഉണ്ടാവുക. നമ്മുടെ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ സേമിയല്ലേ, സേമിയ ഒന്നുകൂടെ കട്ടിയുള്ള പോലെയൊക്കെ തോന്നും നമുക്ക്. അതുപോലെ ഉള്ളൊരു സംഭവമാണ്. ടേസ്റ്റ് ഏകദേശം നമ്മുടെ നൂഡിൽസിൻ്റെയൊക്കെ അല്ലെങ്കിൽ പാസ്തയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടത്. കാണുമ്പോൾ നൂഡിൽസ് പോലെ തന്നെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ പാസ്തനേക്കാളും ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാണാനും ഉണ്ട്, ഷേപ്പിലുണ്ട്, ഡിഫറൻസും ഉണ്ട്. അപ്പോൾ ഇത് നല്ല ലോങ് ആയിട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചിട്ടാണ് വേവിക്കാറ്. കാരണം അത്രയും ലോങ് ആയിട്ടായി നമുക്ക് കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിനെ ഒരു 3 പീസാക്കിയിട്ട് എടുക്കാറ് കേട്ടോ. വെള്ളം തെളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കും. സാധാരണ നമ്മൾ പാസ്ത വേവിക്കുന്ന അതേപോലെ തന്നെ ഇതും കുക്ക് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ നൂഡിൽസിനേക്കാളും കുറച്ചുകൂടെ സമയം വേണ്ടി വരും ഇതൊന്ന് കുക്കായി കിട്ടാനും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ അതിലേക്കുള്ള ബാക്കി സംഭവങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മന്തി ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ കുഴിമന്തില്ലേ, നേരത്തെ അപ്ലോഡ് ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ അതിൽ ചിക്കൻ പീസസ് കുറച്ചെണ്ണം ബാക്കിയുണ്ടായിരുന്നു. റൈസൊക്കെ തീർന്നു, ചിക്കൻ പീസ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഏതായാലും ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം.
എന്താ ഉപ്പ് തിന്നൂല. അപ്പോൾ നമ്മുടെ സ്പെഗറ്റിയൊക്കെ വേവിച്ചിട്ട് ഞാനത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നൂഡിൽസിൻ്റെ പോലെ തന്നെ. പിന്നെ നമ്മൾ സ്പെഗറ്റി ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അത് എപ്പോഴും അടച്ചിട്ട് വേണ്ട വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും. പിന്നെ നമുക്കിതിലേക്കുള്ള ആ ഒരു മസാല റെഡിയാക്കാം പെട്ടെന്ന് തന്നെ. ഇത് പല രീതിയിൽ റെഡിയാക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഞാൻ സാധാരണ റെഡിയാക്കുന്ന ഒരു സ്റ്റൈലാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കൊരു 2 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ അത് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സ്പെഗറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു പാക്കിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കാറ്. അത് ഞങ്ങൾക്ക് ഒരു നേരം ഡിന്നറിന് ഞങ്ങൾക്ക് 3 പേർക്കും അത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഒരു പാക്കിൻ്റെ പകുതിയിലേക്കുള്ള അളവാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു സവാള ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിരുന്നു ഞാൻ, അതിനെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യത്തിന് എന്ത് വെജിറ്റബിൾസും ക്യാരറ്റോ അതേപോലെ ബീൻസോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല, അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് സ്പൂണൊന്നും യൂസ് ചെയ്തിട്ടില്ല. സാധാരണ അങ്ങനെയാണ്, നമ്മൾ എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ സ്പൂണൊന്നും എടുക്കാൻ പോറില്ല. ആ കുപ്പിയോ ഒന്നെങ്കിൽ അത് വെച്ച് അങ്ങനെ ഇടും, അല്ലെങ്കിൽ അതിൻ്റെ അടപ്പ് വെച്ചിട്ടൊക്കെ ആട്ടോ ഇടാം. പിന്നെ ഞാനതിലേക്ക് 2 മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മുട്ട നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടയിലേക്കുള്ള. എന്നിട്ട് ലാസ്റ്റ് ഇത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ചിക്കന്, കുഴിമന്തിയിൽ ചിക്കൻ ബാക്കിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതിനെ ഞാനൊന്നിങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്പെഗറ്റി ആവും ഇത്, അതിന് വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ മസാല ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും ചിക്കൻ മസാല ചേർത്താൽ. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ ചിക്കൻ മസാല എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സോയാ സോസ് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സോയാ സോസ് ഒന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേർക്കണ്ട, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സ്പെഗറ്റിയില്ലേ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഇത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കലാണ് കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നാറ്, കാരണം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തിക്കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. നമ്മൾ ഈ സാധാരണ ചട്ടയം വെച്ചൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് തിരിക്കുകയൊക്കെ വേണ്ടി വരും, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. എന്തായാലും ഞാനിപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഗറ്റി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇവിടെ മോനൊക്കെ ഇഷ്ടമാണ്, നമ്മൾ എപ്പോഴും ഉണ്ടാക്കാത്തൊരു സംഭവമല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറൊക്കെ ആണെങ്കിൽ അവർക്ക് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും, കാരണം എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ ഇങ്ങനത്തെയൊക്കെ. എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്പെഗറ്റി കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ടേസ്റ്റ് ഒന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ചെറിയ ഈവനിങ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം, ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് പോരായ്മകൾ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം, അപ്പോഴല്ലേ നമുക്കതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.